നമ്മളെ സൂര്യവംശി ഇന്നലെ കഴിഞ്ഞ കളി അടിച്ചിട്ടില്ലേ, അതിന്റെ ഒരു പവറിലെ ചെക്കൻ ഇന്നലെ ഭയങ്കര നിങ്ങൾ ആ ചെക്കനെ മാത്രം ഷാമിൽ അടിച്ചു വരുത്തുന്ന എടുക്കാൻ പോണേ തട്ടി ഒഴിവാക്കിയ ഒരു ഒഴിവാക്കലും ഇപ്രാവശ്യം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ അത് ബൂംറക്കും സിറാജിനും ഒക്കെ റെസ്റ്റ് കൊടുക്കുകയാണല്ലോ. അപ്പൊ ഞാളെ തേക്കണല്ലോ വെച്ചിട്ട് എടുക്കണല്ല, അതും പറഞ്ഞു നടക്കണ്ട. ഒരു മൂപ്പരുടെ സീനിയോറിറ്റിക്ക് അനുസരിച്ചുള്ള നല്ല മെച്ചോർഡ് ആയിട്ടുള്ള ബോളിംഗ് മെച്ചോർഡ് ആയിട്ടുള്ള വർത്താനം നല്ല മറ്റേ അഗാർക്കറിനെ പറ്റിയൊക്കെ പറഞ്ഞേ. പിന്നെ ടീമിൽ എടുക്കാനാ പിന്നെ അങ്ങനെ തന്നെയല്ലേ, അതാണ് ടീമിലെടുക്കാൻ പറയാനുള്ളത് ആരെ പുറത്തോക്കും പറയണം, അല്ലാതെ ഇങ്ങനെ വെറുതെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അതൊന്നും ഇപ്പൊ ഇന്ന് നടക്കൂല. ജയ്സ്വാളും കൂടി ഒന്ന് ടച്ച് കിട്ടാണ്ട് പരാഗ് കഴിഞ്ഞാൽ അടിച്ചടി ഞങ്ങള് പരാഗ് എല്ലാവരും ഉള്ള വഴികൾ മൊത്തം ഇന്നത്തോടു കൂടി ഞങ്ങൾ അടച്ചിടും. ഇന്നലെ ആ വിസിൽ കൊണ്ടേ കുടുങ്ങിയോടുകൂടി അത് എന്റെ തുള്ളിച്ച് അവിടെ നിന്ന് ഞങ്ങക്ക് 2 കളിയുണ്ട്, 2ഉം ജയിക്കുന്നു. വേറെ ആരും നോക്കണ 2 പുറത്തായ ടീമിനായിട്ടാണ് ഞങ്ങള്. 2 പുറത്തായ മനസ്സിലായില്ലേ? ഞങ്ങള് പുറത്തേക്കണെന്ന് അറിയാം, നിങ്ങൾ അടിവാരത്തെ അയൽവാസികൾ MI ഈ 2 പുറത്തായവര് ഞങ്ങള് പുറത്തേക്കണ അറിയാം. പക്ഷെ ഞങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ല, ഒന്നും നോക്കാനില്ല. നിങ്ങളെ തോൽപ്പിക്കും, അതാണ് നിങ്ങളെ വഴി മുടക്കും. പന്തിന് ആ ഒരു ഇതുണ്ടല്ലോ, ആ പൈസ ചെലവാക്കിയില്ല, അതിന് ചെറിയൊരു വെർത്ത് എന്താന്ന് കാണിച്ചു പുറത്തായി കണ്ട്. അതൊന്നല്ല, നിങ്ങൾ പുറത്തേക്ക് കണ്ട് നിങ്ങളെ കുറിച്ച് ഇവിടെ ആരും ചർച്ചയില്ല. ഞങ്ങള് ചർച്ച ചെയ്യണ്ടേ, നിങ്ങളെ ചർച്ച ഇല്ലാതാക്കുന്നേ. നിങ്ങൾ സാധ്യതകൾ ഇങ്ങനെ കണക്കൂട്ടി ഇങ്ങനെ നിക്കല്ലേ. ഞങ്ങൾ കണക്കൂട്ടില്ലാന്ന് 2 ജയിച്ച് ഞങ്ങൾ കേറി. ഞങ്ങൾ CSK കാരല്ല. നിങ്ങൾ ജയിക്കൂല. ഞങ്ങൾ കഴിഞ്ഞ കളി ജയിച്ചു വന്നു. അതൊന്ന് കാണാം. മാർഷ്, ഇംഗ്ലീഷ്, പൂരന്, പന്ത്, ഈ ചെങ്ങായിമാര് ആവശ്യമില്ലപ്പോ ഒന്നും ചെയ്യാത്തവരല്ലേ. വെറുതെ ചെറിയൊരു പയ്യന്റെ വാലും പിടിച്ചിക്കാണ് ഇങ്ങനെ അങ്ങോട്ട് കേറി കൂടാന്ന് വിചാരിച്ചല്ല. ചെറിയ പയ്യന്ന് പറഞ്ഞാൽ മുതലാ ഇന്ത്യ A ടീം അവനെ 15ാം മാച്ചിൽ എത്തിക്കണേ. അപ്പൊ അത് വേറെ കഴിഞ്ഞ കളി ഞങ്ങളെ ക്യാപ്റ്റൻ പറ്റിയിട്ടുള്ള 1-2 അബദ്ധങ്ങൾ, ഡൊണാവൻ ഫെരീറിനെ ലാസ്റ്റ് എറിയിച്ച് അങ്ങനെ കൂടി തോറ്റയുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങൾ കറക്റ്റ് ചെയ്യും. ഞങ്ങൾ ആർച്ചർ 35 കൊണ്ട് എറിയും. അങ്ങനെ മൊത്തത്തിൽ തിജുണ്ട് ഇന്ന് കയറിഞ്ഞിട്ടും കാര്യമില്ല, മഞ്ഞിന്റെ കൊണ്ട് കയറിഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് മുട്ടുന്നവരോട് അങ്ങനെ എളുപ്പത്തിൽ മുന്നോട്ട് പോകൂല. അതാണ് നിങ്ങളെന്നെ മുന്നോട്ട് പോകണില്ലല്ലോ. നിങ്ങൾ മുന്നോട്ട് പോവാതെ ബാക്കിയുള്ളവരെ തടഞ്ഞേക്കാൻ നടക്കല്ലേ. അതൊന്ന് കാണാം. ചെക്കൻ്റെ അടി കിട്ടിയിട്ട് മണ്ടും.